ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ബെൻസ് എന്നുള്ള സിനിമയുടെ ക്യാരക്ടർ റിവീൽ വന്നിട്ടുണ്ട്. ലാഘവ ലോറൻസും നിവിൻ പോളിയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. നിവിൻ പോളിയുടെ ക്യാരക്ടർ റിവീൽ യൂട്യൂബിൽ ഒരു ചെറിയ പ്രോമോ വന്നിട്ടുണ്ട്. വോൾട്ടർ, ഡബിൾ ഫിഷ് വോൾട്ടർ, അങ്ങനെ കണ്ടാണ് സംഭവം. ട്വിൻ ഫിഷ് വോൾട്ടർ ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് തോന്നണത് വൻ തിരിച്ചുവരവായിരിക്കും എന്നാണ്. എത്ര നാളായി എന്ന് പറയുമ്പോൾ നിവിൻ പോളിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവിന് വേണ്ടി കാത്തിങ്ങനെ ഇരിക്കണത്. വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ ഒരു ക്യാരക്ടർ കിടുവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മുഴുനീള സിനിമയിൽ ഒരു മാരക പെർഫോമൻസ് കാണാൻ വേണ്ടി എത്ര കാലമായി എന്ന് അറിയാൻ ഇരിക്കണം. കഴിഞ്ഞ ദിവസം പ്രേമത്തിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് എന്ത് രസമായിരുന്നുണ്ടേ. ഒരിടക്ക് എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള യുവ നടന്മാരിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട യുവ നടൻ ആരായിരുന്നൊക്കെ ചോദിച്ചാൽ ഉറപ്പിച്ച് പറഞ്ഞ ഒരു പേരായിരുന്നത്. ഈ മനുഷ്യൻ്റെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കാൻ ഒരു എത്ര നാളായി എന്നറിയാമോ. എനിക്ക് അവസാനമായിട്ട് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൂത്തോനായിരുന്നു. അമ്മാതിരി ഒരു കിടിലം പടം. എന്നെ സംബന്ധിച്ചിട്ട് പുള്ളിയുടെ കരിയർ ബെസ്റ്റ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച ഒരു സാധനമാണ് കേട്ടോ. അതുപോലെ നമ്മുടെ റാം എന്നുള്ള ഡയറക്ടറിൻ്റെ ഒരു സിനിമ വരാൻ കിടപ്പുണ്ട്. അപ്പം അത് ഇതുവരെ വന്നിട്ടില്ല. അഞ്ജലിയുടെ കൂടെ അഭിനയിച്ച കുറേ നാളായി. അത് 7 കടൽ എന്തോ അങ്ങനെ ഒരു ഭയങ്കര നീട്ടമുള്ള ഒരു പേരാണ് സാധനത്തിൻ്റെ. അപ്പോൾ അതും വരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. അതിൻ്റെ ട്രെയിലറും കിടുവായിരുന്നു. അതെന്ത് ഫാൻറ്റസി പരിപാടിയൊക്കെയാണ്, ടൈം ട്രാവൽ എന്തൊക്കെയൊക്കെയാണ്. അപ്പോൾ അതും ഇതും ഞാൻ ഹൈലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. നിങ്ങൾ ഈ സാധനം കണ്ടു നോക്കും മക്കളെ. വെറുതെ പൊളി കിടിലെന്ന് പറഞ്ഞാൽ കിടിൽ. ഞാൻ കൂടുതലൊന്നും പറയാനില്ല, ആ ലുക്ക് മാത്രം കണ്ടാൽ മതി. വെറുതെ പൊളിച്ചടുക്കി. നിവിൻ പോളിയുമായി ബ്രദർ എത്ര കാലമെന്ന് അറിയാമോ ഇങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി കാത്തിങ്ങനെ ഇരിക്കണം. എനിക്ക് ആ മീമാണ് ഓർമ്മ വരുന്നത്. ചേട്ടായി ഇങ്ങനെ ഒരു ദിവസം ആഗ്രഹിച്ചിരുന്നില്ലേ? അതേ ആഗ്രഹിച്ചിരുന്നു. എത്ര നാളായി എന്നറിയാം ഈ മനുഷ്യനിങ്ങനെ കാണാനായിട്ട് നോക്കിയിരിക്കണത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും പുള്ളിയുടെ ഈ അടുത്തിറങ്ങിയ സിനിമകളുടെ അവസ്ഥ കണ്ടിട്ടും. അതുപോലെ OTTയിൽ പോലും എടുക്കാതെ ഒരു സിനിമ കിടക്കണമൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 100 കോടി അടിച്ചിട്ടുള്ള മനുഷ്യനൊക്കെയാണ്. എനിക്കറിയാൻ പാടില്ല എന്ത് പറ്റി പുള്ളിക്കുന്നുള്ള. പക്ഷെ എന്തായാലും ഒരു വൻപൻ തിരിച്ചുവരവിന് ഞാൻ കാത്തിരിക്കുന്നതാണ്. എന്തായാലും ദിസ് വൺ ബ്രോ യു നെയിൽഡ് ഇറ്റ്. വെറുതെ പൊളിച്ചിട്ടുണ്ട്. എന്തായാലും ലോകേഷ് കനകരാജിന് വലിയൊരു കൈയിട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ നടന്മാരെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ലോകേഷിന് നന്നായിട്ട് അറിയാം. അവരുടെ കഴിവ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന മറ്റേ സായി അഭയങ്കർ എന്ന് പറഞ്ഞ മച്ചാനാണ്. മറ്റേ സ്ഥിരം എന്ത് പാട്ടിറക്കിയാലും ട്രെൻഡ് ആവണ ആ മച്ചാനല്ലേ. മറ്റേ ഇല്ലേ ഇല്ലേ അതുപോലെ മറ്റേ കുറേ പാട്ടുകളുണ്ട് മച്ചാൻ്റെ. എല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. എന്ത് പാട്ടിറക്കിയാലും പുള്ളിയുടെ മറ്റേ ട്രെൻഡ് ലിസ്റ്റിൽ കയറുകയും ചെയ്യും. അത് ആ ഡാൻസ് ട്രെൻഡ് പോകും. അപ്പോൾ മച്ചാൻ്റെ ഞാൻ പക്കം പോണ ആ മച്ചാനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. കിടിലം മ്യൂസിക്, അടിപൊളി. അനിരുദ്ധിൻ്റെ മ്യൂസിക് ആണ് സ്ഥിരം നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ആ സായി അഭയങ്കറാണ് ചെയ്തിരിക്കുന്നത്. കിടുമായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലെന്ന് പറഞ്ഞാൽ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കേട്ട് നോക്ക്. സാധനം വെറുതെ പൊളി. ഹെഡ്ഫോൺസ് വെച്ച് കേട്ട് നോക്കും. ഞാൻ അങ്ങനെ കേട്ടത്. എൻ്റെ മോനെ വിഷയമായിരുന്നു, വിഷയ സാധനം. അതുപോലെ ഇതിൻ്റെ ഡയറക്ടറായിരുന്നു അവിടെ. ലോകേഷ് അല്ല ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ബക്കിയരാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഭാഗ്യരാജ് എന്നാണ്. ബക്കിയരാജ് കണ്ണൻ. പ്രൊഡ്യൂസ് ബൈ സുധൻ സുന്ദരം, ലോകേഷ് കനകരാജ് ആൻഡ് ജഗദീഷ് പളനിസ്വാമി. പ്രൊഡക്ഷൻ 3 പേരാണ്. അപ്പോൾ സ്റ്റാറിങ് രാഘവ ലോറൻസ്, നിവിൻ പോളി, പിന്നെ എന്തൊക്കെയാണ് സായി അഭയങ്കർ, ഗൗതം ജോർജ് എന്ന് പറഞ്ഞ മച്ചാനാണ് സിനിമാറ്റോഗ്രഫി, ഫിലോമിൻ രാജ് എഡിറ്റർ. അതായത് ലോകേഷിൻ്റെ സ്ഥിരം എഡിറ്ററാണ് കേട്ടോ. പിന്നെ ദിസ് ഇസ് പാർട്ട് ഓഫ് LCU, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും അവസാനം മറ്റേ അവെഞ്ചേഴ്സ് പോലൊരു പടം വരും. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരേ ഫ്രെയിമിൽ നിവിൻ പോളി, സൂര്യ, കാർത്തി, കമലഹാസൻ. എൻ്റെ മോനെ എന്ത് വിഷയമായിരിക്കും ഫഹദ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമ റെക്കോർഡ്സൊക്കെ തകർക്കും. ഇതിനകത്തേക്ക് ഇനിയും എന്താ പറയുക, പ്രഭാസും ഹൃത്തിക് റോഷനും ലാലേട്ടനും മമ്മൂക്കയെ കൂടെ വന്നു. എൻ്റെ മോനെ രജനീകാന്തൊക്കെ കൂടെ പറഞ്ഞ ഒരു സീനെന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ മനസ്സ് പറയുന്നില്ല കൂലി LCയുടെ ഭാഗമാണെന്ന്. ഈ ലോകേഷ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യണ പരിപാടിയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മിക്കവാറും കൂലി ഇതിൻ്റെ ഭാഗമാണെങ്കിൽ എൻ്റെ പൊന്നളിയാ പിടിച്ചാൽ കിട്ടൂല. ഓൾറെഡി ഈ ഒരു വീഡിയോ തന്നെ മിക്കവാറും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സോഷ്യൽ മീഡിയ കത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതുമാതിരി സാധനം. ഇപ്പം 1 മണിക്കൂർ എന്തോ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇത് വ്യൂസ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 ലക്ഷം വ്യൂ അടുത്തായി. അത് അപ്ഡേറ്റ് ചെയ്യാത്തതുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് മിക്കവാറും പോലെ 5 ലക്ഷം 1 മില്യനൊക്കെ അടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. എന്തായാലും
നിങ്ങൾ കണ്ടു നോക്ക്, സാധനം പൊളിയാണ്, പെഡായിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് നിവിൻ പോളി ഫോർ ഡൂയിങ് ദിസ്. എത്ര നാളായിടേ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നതെന്ന് അറിയാമോ, മറ്റേ ഇങ്ങനത്തെ റോളൊക്കെ ചെയ്ത് കാണാനായിട്ട്. യുവർ പൊട്ടൻഷ്യൽ നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിപ്പോണാണ്. ആ മൂത്തോൻ എന്നുള്ള സിനിമ ഒന്നുകൂടി ഇരുന്ന് കാണും ബ്രോ, എന്നിട്ട് അതുപോലെയുള്ള നല്ല കിടിലം പടങ്ങളൊക്കെ ഒന്ന് കമ്മിറ്റ് ചെയ്യുക, അതുപോലെ ഇതുപോലെയുള്ള മാസ് ചിത്രങ്ങളും കൂടെ കമ്മിറ്റ് ചെയ്യുക. എത്ര നാളായി ഇത്രയും ഇങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു സാധനം കണ്ടപ്പോഴേക്കും. അതുപോലെ 7 കടൽ 7 എന്ത് പണ്ടാറ് അതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആരെങ്കിലും. ഭയങ്കര നീളമുള്ളൊരു പേരാണ്. എന്തായാലും ഐ ആം ഹാപ്പി. അപ്പോൾ ബെൻസ് ക്യാരക്ടർ പ്രോമോ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. ട്വിൻ ഫിഷ് വാൾട്ടർ എന്നാണ് തമ്മിൽ. എന്തായാലും കണ്ടു നോക്ക്, സെയിം മൈ നെയിം എന്നൊക്കെ പറയുന്നത് പൊളിയാണ്, വെറുതെ പൊളി സാധനം, കണ്ടു നോക്ക്. അപ്പോൾ ശരി, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ ഇതുപോലെ നിവിൻ പോളിയുടെ ഒരു കംബാക്ക്? എന്തായാലും കംബാക്കിലേക്കുള്ള ദൂരം വളരെ കുറവായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പൊളിച്ചാൽ എൻ്റെ മക്കളെ പിടിച്ചാൽ കിട്ടൂല. എന്തായാലും വെയിറ്റിംഗ്, ഇത്ര പറയാനുള്ളൂ.